ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് സി ഒ ബിഗിനേഴ്സിനും എസ് സി ഒക്കാർക്കും വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇതിൻ്റെ കോർ കാര്യങ്ങളെന്ന് വെച്ചാൽ എസ് സി ഒക്കകത്ത് രണ്ട് കാറ്റഗറിയാണുള്ളത്. ഒന്ന് ഓൺ പേജ്, ഓഫ് പേജ്. ഇതിനകത്ത് ഓൺ പേജിനകത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 11 കാര്യങ്ങളെ ജസ്റ്റ് ഒരു ബ്രീഫിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് ബേസിക്കലി. ഓക്കെ, എൻ്റെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ആർക്കൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത് വെച്ചാൽ 11 ഓൺ പേജ് കാര്യങ്ങളാണ്. ഇത് ആദ്യത്തേന്ന് പറഞ്ഞാൽ കീവേഡ് റിസർച്ചാണ്. ഞാൻ ഒന്ന് രണ്ട് വീഡിയോസിനകത്ത് ഞാൻ പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. കീവേഡ് റിസർച്ചാണ് ഏതൊരു എസ് സിഒയുടെയും കോർ ബേസ് എന്നുള്ളത്. ഏത് കീവേഡ് ആളുകൾ സെർച്ച് ചെയ്യുന്നു, അതിന് നമ്മുടെ ബിസിനസ്സുമായിട്ട് എങ്ങനെ ഇൻലൈൻ ചെയ്യുന്നു, ഈ റിസർച്ച് എപ്പോഴും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. സോ കീവേഡ് റിസർച്ചിന് അത്രയും പ്രയോറിറ്റി കൊടുത്തിട്ടേ ചെയ്യാവുള്ളൂ. പല മെത്തേഡിൽ ചെയ്യാം, ബട്ട് ഐഡിയലി നമ്മൾ സെർച്ച് കൺസോള് അല്ലെങ്കിൽ ഗൂഗിൾ കീവേഡ് പ്ലാനർ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് വേണം നമ്മളൊരു കൺക്ലൂഷനിലേക്ക് വരാൻ വേണ്ടി. എക്സിസ്റ്റിംഗ് സൈറ്റ് ആണെങ്കിലും, അതായത് പുതിയതായിട്ട് വരുന്നതാണെങ്കിൽ കൂടി നമ്മൾ എല്ലാ മെത്തഡോളജീസും ഐഡൻറ്റിഫൈ ചെയ്ത് ഏറ്റവും ബെസ്റ്റ് കീവേഡ്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അത് ചൂസ് ചെയ്യണം. അപ്പോൾ അതാണ് കീവേഡ് റിസർച്ചിൻ്റെ കാര്യം. രണ്ടാമത്തെ കേസ് മെറ്റാ ഡാറ്റയാണ്, ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ. ഈ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു വെബ് പേജിൻ്റെ ബ്രീഫിംഗ് ആണ് നമ്മൾ ടൈറ്റിലും ഡിസ്ക്രിപ്ഷൻ വഴി ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ കീവേഡ് റിസർച്ചിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഈ മെറ്റാ ഡാറ്റ എന്നുള്ളത്. സോ കീവേഡ് റിസർച്ച് പക്കയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓരോ പേജ് ബേസ്ഡ് ആയിരിക്കും നമ്മുടെ ആ കീവേഡ് റിസർച്ച് ഉണ്ടാകുന്നത്. ഒരു ഗ്രൂപ്പിംഗ് നടത്തണം. എന്നിട്ട് ആ ഗ്രൂപ്പിംഗ് നടത്തിയതിന് ശേഷം ഓരോ പേജിനും വേണ്ടിയുള്ള ഏതൊക്കെ കീവേഡ്സാണ് ഓരോ പേജിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള മെറ്റാ ഡാറ്റ, ടൈറ്റിലോ ഡിസ്ക്രിപ്ഷനോ പ്രിപ്പയർ ചെയ്യാം. അടുത്തതായിട്ട് വരുന്നതാണ് നമ്മുടെ URL സ്ട്രക്ചർ. നമ്മുടെ ആ പേജിൻ്റെ URL ഉണ്ടല്ലോ, ഓരോ പർട്ടിക്കുലർ പേജിൻ്റെ, അതിന് നമുക്ക് കീവേഡ് വെച്ചിട്ട് ഒപ്റ്റിമൈസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് പർട്ടിക്കുലർ സാധനം സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റിസൾട്ട് എങ്ങനെ വരികയെന്ന് വെച്ചാൽ ടൈറ്റിൽ കാണാം, ഡിസ്ക്രിപ്ഷൻ കാണാം, അതുപോലെ URL കാണാം. ഒരു യൂസറിൻ്റെ പെർസ്പെക്റ്റീവിൽ അത്രയും കാര്യങ്ങൾ കാണാം. അപ്പോൾ ഗൂഗിളും കൺസിഡർ ചെയ്യുന്ന ഈ രീതിയിലൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ അല്ലെ പേജിൻ്റെ ഒരു ബ്രീഫിംഗ് ആയിരിക്കണം നമ്മുടെ മെറ്റാ ഡാറ്റ, ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, അതുപോലെ URLനകത്ത് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പോകുന്ന കീവേഡ്സിനെ വെച്ചിട്ട് നമുക്ക് URL ഒപ്റ്റിമൈസ് ചെയ്യാം. ഈ 3 കാര്യങ്ങളും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ബേസ്ഡ് ഓൺ ഫസ്റ്റ് കാര്യം കീവേഡ് റിസർച്ചിനെ ബേസ് ചെയ്തിട്ട്. അപ്പം കീവേഡ് ആണ് ഇതിനകത്ത് കോർ കൺസെപ്റ്റ് എങ്കിലും ഈ ഡാറ്റയൊക്കെ നമുക്ക് ഭയങ്കര പ്രയോറിറ്റിയാണ്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ വരുന്നതാണ് ആ പേജിൻ്റെ ഉള്ളിലെ ഹെഡർ ടാഗ്സുകൾ, H1 to H6 ടാഗ്സുകൾ. പേജ് പ്രോപ്പറായിട്ട് സ്ട്രക്ചർ ചെയ്യുന്നതിന് ഗൂഗിൾ കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പം പറഞ്ഞു വരുന്ന പോയിൻ്റ് എന്ന് വെച്ചാൽ ആ ഒരു പേജിനെ കറക്റ്റായിട്ട് സ്ട്രക്ചർ ചെയ്യണം. ഹെഡർ ടാഗ്സ് കൊടുത്ത് ഒരു പ്രോപ്പർ ഫ്ലോ ഉണ്ടാകണം, ഒരു ക്വാളിറ്റി കണ്ടൻ്റ് ആയിരിക്കണം. ലൈക്ക് ഒരു ആളുകൾക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ അതിനെ അലൈൻ ചെയ്യാൻ വേണം. അതുപോലെ H1 ടാഗ്സുകളും H2 ടാഗ്സുകളൊക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യണം. മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഈ കണ്ടൻറ്റ് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ കീവേഡ് ബേസ്ഡ് ആണെന്നുള്ളത്. നമ്മുടെ ഇത്രയും പറഞ്ഞ സ്റ്റോറി മൊത്തം കീവേഡ് ബേസ്ഡ് ആണ്. ദെൻ വരുന്ന കീവേഡ് ഒപ്റ്റിമൈസേഷനാണ്. അപ്പോൾ നമ്മുടെ കണ്ടൻറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കീവേഡ്സുകൾ, അതിൻ്റെ ഇൻറ്റൻറ്റുകൾ, ഇതെല്ലാം പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കൊരു പ്രയോറിറ്റി കിട്ടുള്ളൂ. നമ്മുടെ ഒരു ജെന്യൂനിറ്റിയും പ്രയോറിറ്റിയും ഗൂഗിളിൻ്റെ കൺസിഡറേഷനൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ കീവേഡ്സ് വെച്ചിട്ട് നമ്മുടെ പേജിൻ്റെ കണ്ടൻറ്റ് ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കണം. അതുപോലെ തന്നെയാണ് നമുക്ക് ഇൻറ്റേർണൽ ലിങ്ക്സുകളും. നമ്മുടെ പേജിൽ നിന്നും നമുക്ക് മറ്റ് പേജുകളിലേക്ക് ആളുകൾ കണക്ട് ചെയ്യാൻ പറ്റണം. നമ്മൾ വേറെ എന്തെങ്കിലും സർവീസിനെ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ നമ്മുടെ പേജിൽ നിന്ന് അതിലേക്ക് നമ്മൾ ലിങ്ക് കൊടുക്കണം. ഇൻറ്റേർണൽ ലിങ്കും ഒരു കൺസിഡറബിൾ ഫാക്ടറാണ്. സോ അടുത്തായിട്ട് വരുന്നതാണ് ഇമേജ് ഒപ്റ്റിമൈസേഷൻ. ഇമേജ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേജിനകത്തുള്ള എല്ലാ ഇമേജും നമ്മൾ ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കണം. ഫാസ്റ്റ് ലോഡിങ് ചെറിയ സൈസിലൊക്കെ ആക്കി, എന്നാൽ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിൽ ഓൾ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് പ്രോപ്പറായിട്ട് ഒപ്റ്റിമൈസ് ചെയ്ത് വെക്കണം. അതാണ് ഇമേജ് ഒപ്റ്റിമൈസേഷൻ. ഇതൊക്കെ എന്ന് വെച്ചാൽ ഇതൊക്കെ വളരെ സിമ്പിളാണ്. പക്ഷേ ഇതെല്ലാം നമ്മളൊരു വെബ്സൈറ്റ് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടാകണം. ഈ രീതിയിൽ തന്നെ ചെയ്യാൻ വേണം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ അതോറിറ്റി കിട്ടും ഗൂഗിളിൻ്റെ അടുത്ത് പോകുന്ന സമയത്ത്. പിന്നെ വരുന്നത് മൊബൈൽ ഫ്രണ്ട്ലിയാണ്. ഇപ്പോൾ മൊബൈൽ ഒരു 50% മേലുള്ള ആളുകൾ മൊബൈലാണ്. ഒരു 60-70% ഓരോ ഇൻഡസ്ട്രീസ് മാറ്റം ഉണ്ടെങ്കിലും അത്രത്തോളം ആളുകൾ മൊബൈലിലാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ സൈറ്റുകളും പേജുകളും എല്ലാം മൊബൈൽ ഫ്രണ്ട്ലി ആയിരിക്കണം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈച്ച് ഇൻഡിവിജ്വൽ പേജുകൾ നമ്മൾ മൊബൈൽ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഉറപ്പ് വരുത്തുന്നത് മൊബൈൽ ഫ്രണ്ട്ലി ആണോ എന്നുള്ളത്. നമ്മൾ ജസ്റ്റ് റെസ്പോൺസീവ്നെസ് ആണോ എന്ന് നോക്കും, റെസ്പോൺസീവ് ആണോ എന്ന് നോക്കും, അതോടെ പരിപാടി കഴിയും. നോർമലി അങ്ങനെയാണ് ചെയ്യുന്നത്. അതിന് പകരം നമുക്കൊരു ലിമിറ്റഡ് നമ്പർ ഓഫ് പേജസ് ഉള്ളെങ്കിൽ എല്ലാ പേജും മൊബൈലിൽ ചെക്ക് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നമ്മൾ റെസ്പോൺസ് ചെക്ക് ചെയ്യാം. പക്ഷേ ഒരു സിസ്റ്റം വെച്ച് തന്നെ നമുക്ക് ചെക്ക് ചെയ്ത് പോകാൻ പറ്റും.
അപ്പോൾ നമ്മളത് മൊബൈൽ ഫ്രണ്ട്ലി ആണെന്ന് ഉറപ്പ് വരുത്തണം. നമ്മുടെ യൂസർ വരുന്ന പേജുകളെല്ലാം അത്രയും മൊബൈൽ ഫ്രണ്ട്ലി ആയിരിക്കണം. ആ രീതിയിൽ നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം. പിന്നെ വരുന്നതാണ് പേജിൻ്റെ സ്പീഡ്. ഫാസ്റ്റ് ലോഡിങ് ആയിരിക്കണം. അതൊക്കെ ബേസിക്കാണ്, എല്ലാവർക്കും അറിയാം. ഭയങ്കര സ്പീഡിൽ ലോഡ് ചെയ്യണം എന്നുള്ള കാര്യം. ചെക്ക് ചെയ്യാൻ ടൂളുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഗൂഗിളിൽ തന്നെ പേജ് സ്പീഡ് ഇൻസൈറ്റ് ടൂളുകളുണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുക. പിന്നെ വരുന്നതാണ് ക്വാളിറ്റി ഓഫ് കണ്ടൻറ്റ്. അത് ഒബ്വിയസ്ലി അത് പ്രൈമറി ആണ്. പക്ഷേ ഈ കീവേഡ് വെച്ചിട്ടുള്ള കണ്ടൻറ്റ് ആയിരിക്കണം. അതിൻ്റെ ക്വാളിറ്റിയാണ് നമ്മൾ മേക്ക് ഷുവർ ചെയ്യേണ്ടത്. കാരണം നമ്മൾ SEO എന്ന് പറയുന്നത് നമ്മൾ കണ്ടൻറ്റ് ഇസ് ഫൈൻ, കണ്ടൻറ്റാണ്. പക്ഷേ നമ്മളൊരു റാങ്കിങ് കൺസെപ്റ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആ കീവേഡ് വെച്ചിട്ട് നമ്മുടെ ഈ കണ്ടൻറ്റ് റാങ്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ആ കീവേഡിനെ ഇൻലൈൻ ചെയ്യുന്ന രീതിയിൽ കണ്ടൻറ്റ് ആയിരിക്കണം. ക്വാളിറ്റി ഒബ്വിയസ്ലി ഷുവർ, ബട്ട് കീവേഡിനെ കൺസിഡർ ചെയ്യുന്ന രീതിയിലുള്ള കണ്ടൻറ്റുകൾ ആ സൈറ്റിൽ അല്ലെങ്കിൽ പേജിൽ ഉണ്ടെന്നുള്ളത് നമ്മൾ മേക്ക് ഷുവർ ചെയ്യില്ല. നമ്മൾ വേണ്ട അറേഞ്ച്മെൻറ്റുകൾ ചെയ്യണം. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടൻറ്റ് എന്ന കൺസെപ്റ്റ് ഇല്ല. ഒരു കണ്ടൻറ്റും കോപ്പി ആകാൻ പാടില്ല. സോ ഇതൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു 11ഓളം പോയിന്റുകൾ. അപ്പോൾ ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ടൂൾസുകളും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഓക്കെ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടേതായ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ. ഇതുപോലത്തെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും SEOയും റിലേറ്റഡ് വീഡിയോസുകളൊക്കെ ആയിരിക്കും മെയിനായിട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ഒരു വീഡിയോ വേറെ ചെയ്യുന്നതായിരിക്കും.